അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് രണ്ട് മനുഷ്യന്മാര് കടന്നു വരികയാണ്. രണ്ട് സഹോദരങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വന്നു. ലോകത്തിന്റെ നേതാവിന്റെ മുന്നിൽ വന്നിട്ട് അവിടുന്ന് പറയുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ ഞങ്ങൾക്ക് മുസ്ലിമാകണം നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്ത് വന്നു, മുത്തുനബിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവിടുന്ന് ശഹാദത്ത് കലിമ പറഞ്ഞുകൊണ്ട് മുസ്ലിമാവുകയാണ്. രണ്ടുപേരും ഇസ്ലാമിന്റെ കൊടിക്ക് കീഴിലേക്ക് കടന്നു വന്നു. അവിടുന്ന് ശഹാദത്ത് കലിമ പറഞ്ഞു. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറഞ്ഞു, ത്വൽഹാ, നീ ഇവർക്ക് ഇസ്ലാമിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്ക്. എന്റെ പ്രിയപ്പെട്ടവരെ, അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു രണ്ടുപേരെയും വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. പടച്ചവനെ, അവിടുന്ന് നമസ്കാരം എന്താണ്, ഇസ്ലാം കാര്യങ്ങൾ എന്താണ്, ഈമാൻ കാര്യങ്ങൾ എന്താണ്, പടച്ചവനെ ഓരോന്നായിട്ട് അവിടുന്ന് പഠിപ്പിക്കുകയാണ്. മഹാനായ അബൂ തൽഹ റളിയല്ലാഹു ഇബ്നു ഉബൈദില്ലാഹ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അതാ മുസ്ലിമായി കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ ഒരു യുദ്ധം കടന്നു വരികയാണ്. ഈ രണ്ടുപേരിൽ ഒരു മനുഷ്യൻ, മുസ്ലിമായ മനുഷ്യനുണ്ടല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകനോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഈ യുദ്ധത്തിൽ പങ്കെടുത്താൽ എന്ത് കിട്ടും നബിയേ? ഈ രണാങ്കണത്തിൽ പോയി ഷഹീദായാൽ എന്താണ് പ്രതിഫലമെന്ന് മുത്തുനബിയോട് ചോദിക്കുമ്പോ റസൂലുള്ളാഹി പറഞ്ഞു കൊടുത്തു, ഷഹീദായാ നിനക്ക് സ്വർഗം കിട്ടും. ആ രണ്ടുപേര് മുസ്ലിമായതിൽ ഒരു മനുഷ്യനുണ്ടല്ലോ, അതാ യുദ്ധക്കളത്തിലേക്ക് കടന്നു പോവുകയാണ്. ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ട് മണിക്കൂറുകൾ, ദിവസങ്ങളെ ആയുള്ളൂ. ഈ മനുഷ്യന്റെ നാഗണത്തിലേക്ക് കടന്നു പോയി യുദ്ധക്കളത്തിൽ അവിടുന്ന് ഷഹീദാവുകയാണ്. അവിടുന്ന് യുദ്ധക്കളത്തിൽ പോരാടി ഷഹീദാവുകയാണ്. അല്ലാഹുവേ, അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു പറയുകയാ, രണ്ടാമത്തെ മനുഷ്യനുണ്ടല്ലോ, ഒരു വർഷക്കാലം അവിടെ തന്നെ കഴിയുകയാണ്. ഒരു വർഷക്കാലം, ഒരു കൊല്ലം കൂടെ ആ മനുഷ്യൻ അവിടെ ജീവിക്കുകയാണ്. എന്നിട്ട് പടച്ചവനെ, ഒരു കൊല്ലം കഴിഞ്ഞപ്പോ ആ മനുഷ്യനതാ കട്ടിലിൽ കിടന്നു മരണപ്പെടുകയാ. സാധാരണ ഒരാൾ മരണപ്പെടുന്നത് പോലെ പടച്ചവനെ ഷഹീദല്ല, യുദ്ധക്കളത്തിൽ പോയി രണാങ്കണത്തിൽ പോയി ഷഹീദായതല്ല, തന്റെ വീട്ടിലെ കട്ടിലിന്റെ മുകളിൽ കിടന്നുകൊണ്ട് ആ മനുഷ്യൻ മരണപ്പെടുകയാ. ഈ മനുഷ്യനെയും കൊണ്ടുപോയി കബറടക്കുകയാണ്. മഹാനായ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പടച്ചവനെ, അവിടുന്ന് ഒരു സ്വപ്നം കാണുകയാ. തന്റെ വീട്ടിൽ കിടന്നിരുന്ന രണ്ടുപേര്, ഒരാള് ഷഹീദായി, ഒരാൾ ഒരു കൊല്ലം കിടന്ന് വീട്ടിലെ കട്ടിലിന്റെ മുകളിൽ കിടന്ന് മരിക്കുകയാണ്. രണ്ടുപേരെയും സ്വപ്നം കാണുകയാണ്. എന്താണ് സ്വപ്നം കണ്ടതെന്നറിയുമോ? നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് നിൽക്കുമ്പോൾ അല്ലാഹുവിന്റെ ഭയാനകമായ ആ ചെമ്പിന്റെ തറയിൽ, പടച്ചറപ്പിന്റെ കോടതിയിൽ തലയുടെ മുകളിൽ സൂര്യൻ ഉദിച്ചു നിൽക്കുന്ന അള്ളാന്റെ മസ്സറയുണ്ടല്ലോ. ഒരു മനുഷ്യനും തിരിഞ്ഞു നോക്കാത്ത പടച്ചറപ്പിന്റെ കോടതിയിൽ എല്ലാവരും ഇങ്ങനെ നിൽക്കുകയാ. ആ സമയത്ത് ഈ രണ്ടുപേരിൽ നിന്ന് അബൂ തൽഹ തങ്ങൾ പറയുകയാണ്, ഇവര് രണ്ടുപേരിൽ നിന്ന് അല്ലാഹു ആദ്യം സ്വർഗത്തിലേക്ക് കടത്തിവിട്ട മനുഷ്യൻ ആരെന്നറിയുമോ? ഈ വീട്ടിലെ കട്ടിലിന്റെ മുകളിൽ കിടന്നു മരിച്ച മനുഷ്യനെയാ. കട്ടിലിൽ സാധാരണ ഒരാൾ മരണപ്പെടുന്നത് പോലെ വീടിന്റെ അകത്ത് കിടന്നു മരിച്ച മനുഷ്യനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായിട്ട് സ്വർഗത്തിലേക്ക് കടത്തിവിടുന്നത്. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിന് അത്ഭുതമാവുകയാണ്. അവിടുന്ന് വല്ലാത്ത അത്ഭുതമായി, ഷഹീദായവനല്ലേ ആദ്യം സ്വർഗത്തിൽ പോകേണ്ടത്, പിന്നെ എന്തുകൊണ്ടാണ് ഈ മനുഷ്യനെ കടത്തിവിട്ടത്? എന്റെ പ്രിയപ്പെട്ടവരെ, ചരിത്രം പറയുകയാ. അതാ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു, തൽഹ ഇബ്നു ഉബൈദില്ലാഹ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അലൈസ ഖദ മകസ ഹാദാ ബഅദ സനാ? ഖാലൂ ബലാ യാ റസൂലല്ലാഹ്, നബിയേ,
ഷഹീദായവനല്ലേ ആദ്യം സ്വർഗത്തിൽ കിടക്കേണ്ടത്? ശുഹദായിനല്ലേ സ്വർഗത്തിൽ കിടക്കാൻ അർഹതയുള്ളത്? ഈ മനുഷ്യന് സാധാരണ വീട്ടിൽ കിടന്ന് മരിച്ചവനാണല്ലോ. എന്നിട്ടും അല്ലാഹു ഒന്നാമത് സ്വർഗത്തിലേക്ക് കടത്തിവിടാൻ കാരണം എന്തെന്നറിയുമോ? റസൂലുള്ളാഹി പറയുകയാ, വഅദ്റക റമളാൻ ഫസാമഹു. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, അയാൾ ഒരു വർഷം കൂടെ ജീവിച്ചില്ലേ? ഒരു വർഷക്കാലം ആ മനുഷ്യൻ അല്ലാഹു ആയുസ് കൊടുത്തില്ലേ? ഒരുപാട് ഇബാദത്തുകൾ ചെയ്യാൻ കഴിഞ്ഞില്ലേ? എന്നിട്ട് പ്രവാചകൻ പറയുകയാണ്, ഒരു റമളാനിനെ കണ്ടെത്തുകയും ആ റമളാനിൽ ആ മനുഷ്യൻ നോമ്പെടുക്കുകയും ചെയ്തില്ലേ? സഹാബാ, പടച്ച റബ്ബേ, ഒരു റമളാനിൽ ജീവിക്കാനുള്ള അവസരം അല്ലാഹു കൊടുത്തില്ലേ? അതിനേക്കാളും വലുതാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഷഹീദായവനെക്കാളും മുമ്പേ സ്വർഗത്തിൽ പോകാൻ അല്ലാഹു അവസരം കൊടുക്കാനുള്ള കാരണം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളുടെ പൂക്കാലമായ, അല്ലാഹുവിന്റെ കാരുണ്യം വർഷിക്കുന്ന പരിശുദ്ധമായ റമളാൻ മാസത്തിൽ ജീവിക്കാൻ അല്ലാഹു അവൻ അവസരം കൊടുത്തല്ലോ. ആ റമളാൻ മാസത്തിൽ അവൻ നോമ്പ് പിടിച്ചല്ലോ. ആ റമളാൻ മാസത്തിൽ അവൻ ഖുർആൻ ഓതിയല്ലോ. ആ റമളാൻ മാസത്തിൽ ഒരുപാട് നന്മകൾ ചെയ്തല്ലോ. ഒരുപാട് സൽക്കർമ്മം ചെയ്യാൻ അവസരം കിട്ടിയല്ലോ. അതുകൊണ്ടാണ് ആ റമളാനിന് പകരമാണ് അല്ലാഹു സ്വർഗം കൊടുത്തതെന്ന് മുത്തുനബി പറയുമ്പോ, ഈ സദസ്സിലിരിക്കുന്ന ഞാനും നിങ്ങളും എത്ര റമളാൻ നോമ്പ് പിടിച്ചവരാണ്? എത്ര റമളാൻ ഞാനും നിങ്ങളും നോമ്പ് പിടിച്ചിട്ടുണ്ട്? എത്രയോ നന്മകൾ ചെയ്തിട്ടുണ്ട്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഷഹീദായ മനുഷ്യനെ സ്വർഗത്തിൽ വിടാതെ നീ സാധാരണ വീട്ടിൽ കടന്ന് മരിച്ച മനുഷ്യനെ ആദ്യം സ്വർഗത്തിൽ വിടാ. എന്തേ നബിയത്? എന്തേ നബിയെ? പറഞ്ഞ മറുപടി, അവനെക്കാളും മഹത്വം ഇവനുണ്ട്. കാരണം പരിശുദ്ധമായ റമളാൻ, ഒരു റമളാനിൽ ഇബാദത്ത് ചെയ്യുവാനും നോമ്പ് പിടിക്കാനും അവസരം കിട്ടി. അത് തന്നെയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് അല്ലാഹു ഒരുപാട് അവസരം. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഓരോ റമളാൻ വരുമ്പോഴും ഓരോ റമളാൻ കഴിയുമ്പോഴും ജീവിതത്തിൽ മാറ്റം വന്ന് അല്ലാഹുവിലേക്ക് അടുക്കുകയാ വേണ്ടത്, അകലുകയല്ല. നമ്മൾ നേരെ തിരിച്ച ഓരോ റമളാൻ കഴിയുമ്പോഴും ശീലമായി പടച്ചവൻ ആദ്യം മോട്ടിക്കുമ്പോഴേ പേടിയുള്ളൂ, പിന്നെ പേടിക്കുമ്പോൾ മോട്ടിക്ക് കുഴപ്പമില്ലല്ലോ. ഇതുപോലെയാണ് പടച്ചവനെ, നമുക്ക് ആദ്യമൊക്കെ റമളാൻ ഒരു വലിയ പേടിയായിരുന്നു, ഇപ്പൊ ഒന്നുമില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന നന്മകൾ ജീവിതത്തിൽ ചെയ്യ്, അല്ലാഹു അവസരം തരുന്നതല്ലേ. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നബി ബക്കർ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അയ്യുന്നാസി ഖൈറാ. അല്ലാഹുവിന്റെ പ്രവാചകനോട് ചോദിക്കുന്നു, ജനങ്ങളിൽ ഏറ്റവും വലിയ ശ്രേഷ്ഠനാരാണ്? അബൂബക്കർ തങ്ങൾ ചോദിക്കുകയാണ്, ആരാണ് നബിയേ? ജനങ്ങളിൽ ഏറ്റവും വലിയ ശ്രേഷ്ഠനാരാണ്? റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, മൻ താല ഉംറുഹു വഹസന അമലുഹു. ആരാണോ ആയുസ് നീട്ടി കിട്ടുന്നവന്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ജനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായവൻ ആയുസ് കൂടുകയും ആ കൂടിയ ആയുസിൽ ഒരുപാട് നന്മ ചെയ്യാൻ അവസരം കിട്ടിയവനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അല്ലാഹു സുബ്ഹാനഹു വ തആല 50, 60, 70, 80, 90, 100 കൊല്ലം വരെ ജീവിക്കാൻ അല്ലാഹു അവസരം കൊടുത്തവൻ. ഈ 100 കൊല്ലം ജീവിക്കുകയും ആ 100 കൊല്ലത്തെ ജീവിതത്തിന്റെ ഇടയിൽ അല്ലാഹുവിന് നന്മയും വഴിപ്പെടുകയും ചെയ്തവനാണ് ജനങ്ങളിലെ ഏറ്റവും വലിയ ശ്രേഷ്ഠൻ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്രയോ പേര് 40, 50, 60 വയസ്സുള്ളവർ, എന്റെ പ്രിയപ്പെട്ടവരെ, എത്രയോ 100 വയസ്സുള്ളവർ വരെയുണ്ട് ഇബാദത്ത് ഇപ്പോഴും. അല്ലാഹുവിന്റെ ഖുർആൻ ഓതുന്നവർ, ദിക്റുകൾ പറയുന്നവർ എത്രയോ പേരുണ്ട്. ആയുസ് നീട്ടിക്കിട്ടൽ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിനെ നന്ദി കാണിക്കാനുള്ള ഒരു ആയുസ് കിട്ടാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഏറ്റവും മോശമായ ആളാരാ? അവിടെ നിന്ന് പറയുന്നു, ഫഅയ്യുന്നാസി ശർറുൻ, ജനങ്ങളിൽ ഏറ്റവും ശർറായവനാരാ? അവിടെ നിന്ന് പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല ആയുസ് നീട്ടിക്കൊടുക്കുകയും സൽപ്രവർത്തനങ്ങൾ ചെയ്യാതെ മോശമായ പ്രവർത്തനങ്ങൾ ചെയ്തു മരിക്കുന്നവനാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
എൻ്റെ പ്രിയപ്പെട്ടവരെ 30 അല്ല 40 അല്ല 50 അല്ല 60 അല്ല 70 അല്ല 80 കൊല്ലം കൊടുത്തിട്ടും ഒരു കാര്യമില്ല. നമ്മളൊക്കെ പറയാറുണ്ട് പ്രായമാകുമ്പോഴെങ്കിലും നന്നാവും. ഇപ്പൊ പ്രായമായപ്പോഴാണ് എല്ലാം പോയത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നേരത്തെ പള്ളിയും പട്ടവും എന്തൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ പ്രായമായപ്പോഴത്തേക്ക് പിന്നെ ഉള്ളതെല്ലാം പോയി. ഇപ്പൊ നിസ്കാരവും ഇല്ല, ദിക്റുകളുമില്ല, ഖുർആനുമില്ല. 24 മണിക്കൂറും ടിവിയുടെ മുന്നിൽ തന്നെ ഇരിക്കുന്ന എത്ര അത്താമാര് നമുക്കറിയാം. നമ്മൾ തന്നെ നമ്മുടെ വാപ്പ, നമ്മുടെ സ്വന്തം വാപ്പായി ചിന്തിച്ചാൽ മതി. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മാതാപിതാക്കൾ പലരും നിങ്ങൾ ചിന്തിക്ക്, കുടിലി കടന്നവരാ, പാപങ്ങളാ, ടി വി എന്താന്ന് പോലും അറിയത്തില്ലായിരുന്നു. അങ്ങനെയുള്ളവർ കഷ്ടപ്പെട്ട് മക്കളെ വളർത്തി അവസാനം മക്കൾക്ക് നല്ല ജോലിയായി, ഇത്തിരി പൈസയായി, ഇത്തിരി പണം കിട്ടി, 2 നില വീട് വെച്ചു, നല്ല കുടുംബത്തിൽ നിന്ന് പെണ്ണ് കെട്ടി. ഇപ്പൊ വാപ്പാനെയും ഉമ്മാനെയും കൊണ്ടുപോയി വീട്ടിൽ ഇരുത്തിട്ട് പറയാ, നിങ്ങൾ ഒരു ജോലിയും ചെയ്യണ്ട, ഇവിടെ തന്നെ ഇരുന്നു. എവിടെ? ടിവിയുടെ ഫ്രണ്ടിൽ. അപ്പൊ അവിടെ തന്നെ ഇരിക്കുക, അവിടെ ഇരുന്ന് മരിക്കാൻ വേണ്ടി ഇരിക്കുക. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ പറയുന്നത്, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കൊരു അവസരം തരികയായി. അവസരം നമ്മൾ പാഴാക്കരുത്. അള്ളാഹു നമുക്ക് തരുന്ന ചാൻസുകൾ നമ്മൾ പാഴാക്കരുത്. അതുകൊണ്ട് പരിശുദ്ധമായ റമദാൻ വരട്ടെ. റമദാൻ വന്നിട്ട് ചെയ്യാമെന്നല്ല, ആ റമദാനിന് മുമ്പേ എനിക്കും നിങ്ങൾക്കും ഒരുങ്ങാൻ കഴിയണം. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ റമദാൻ മാസത്തെ കുറിച്ച് പ്രവാചകൻ അവിടെ നിന്ന് പരിചയപ്പെടുത്തിയത്, എന്റെ പ്രിയപ്പെട്ടവരെ, റജബുൽ ലിത്വഹീരീന അൽബദനി, മഹാനവറുകൾ പറയുകയാ, റജബ് മാസം ശരീരത്തെ ശുദ്ധമാക്കാനുള്ള മാസമാണ് റജബ് മാസം. എന്റെ പ്രിയപ്പെട്ടവരെ, ശഅബാൻ മാസവും റമദാൻ മാസവും, റമദാൻ വരുന്നതിന് മുമ്പ് നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും ശുദ്ധീകരിക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. അല്ലാതെ റമദാൻ വന്നിട്ട് നന്നാകാമെന്നല്ല, റമദാൻ വന്നിട്ട് തയ്യാറെടുക്കാമെന്നല്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് പറയുകയാണ്, ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ചെയ്യാൻ അല്ലാഹു തന്നിരിക്കുന്ന അവസരമാണ്. ഈ അവസരം നമ്മൾ ഒരിക്കലും പാഴാക്കരുത്. ഈ അവസരം നമ്മൾ ഒരിക്കലും പാഴാക്കി കളയരുത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, നന്മകൾ ചെയ്തുകൊണ്ട് ജീവിതത്തെ അലങ്കരിക്കാൻ കഴിയണം. നന്മകൾ അധികമായി ചെയ്യാൻ കഴിയണം. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പരിചയപ്പെടുത്തുകയാ, എന്റെ പ്രിയപ്പെട്ടവരെ, ഇബാദത്തുകൾ അധികമായിട്ട് ചെയ്യ്. നിസ്കാരങ്ങളൊക്കെ കടന്നു വരട്ടെ, പരിശുദ്ധമായ ഖുർആൻ പാരായണങ്ങൾ കടന്നു വരട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, രഹസ്യമായിട്ടുള്ള ഇബാദത്തുകൾ വല്ലാതെ വർദ്ധിക്കട്ടെ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് കടന്നു വരുന്ന ഒരു വിഭാഗത്തെ കുറിച്ച്, എന്റെ പ്രിയമുള്ളവരെ, ഈ പരിശുദ്ധമായ ശഅബാൻ നമ്മൾ നിന്ന് വിട പറയാൻ ഒരുങ്ങുമ്പോൾ, ഈ മാസത്തിൽ ഒരുപാട് നന്മകൾ ചെയ്യുന്നവരുണ്ടല്ലോ, അവർക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താ? അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നാളെ ഒരു വിഭാഗം ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് വരികയാ. അവര് പള്ളിപ്പറമ്പിലെ ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് വരുമ്പോൾ അവര് പക്ഷികളെ പോലെ ചിറക് വെച്ചുകൊണ്ട് പറക്കുകയാണ്. അവർ അല്ലാഹുവിന്റെ പരലോകത്തിലൂടെ എല്ലാവരും പേടിച്ച് വിറച്ചുകൊണ്ട് പടച്ച റബ്ബിന്റെ കോടതിയിൽ നിൽക്കുമ്പോ ഒരു വിഭാഗം അവിടെ നിന്ന് പറക്കുകയാണ്. അവർ അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് പറന്നു പോവുകയാണ്. പടച്ച റബ്ബേ, പാറിപ്പറവകളെ പോലെ അവർ ആകാശത്തിലൂടെ പരലോകത്തിന്റെ മുകളിലൂടെ പറന്ന് അവര് സ്വർഗത്തിന്റെ മുന്നിലെത്തുമ്പോ ആ സ്വർഗത്തിന്റെ മുന്നിൽ നിൽക്കുന്ന മലക്ക് ചോദിക്കുകയാ, ഹൽ റഅയ്തുമുൽ ഹിസാബ് ഹൽ റഅയ്തുമുസ് സിറാത്ത് ബിമാ വജദ്തും ഹാദിഹി ദറജാത്ത്. എല്ലാവരും പടച്ച റബ്ബിന്റെ പരലോകത്ത് പേടിച്ച് വിറച്ചുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ, ഇന്ന് രക്ഷപ്പെടാൻ എന്ത് വഴിയാണ് ഉള്ളതെന്ന് ചിന്തിച്ചുകൊണ്ട് ജനങ്ങൾ മുഴുവനും നിലവിളിച്ചുകൊണ്ട് നിൽക്കുന്ന പടച്ച റബ്ബിന്റെ പരലോകമുണ്ടല്ലോ, ആ അല്ലാഹുവിന്റെ കോടതിയിൽ ജനങ്ങൾ മുഴുവനും പ്രയാസത്തിൽ പേടിച്ച് കഴിയുമ്പോ റസൂലുള്ളാഹി പറയുകയാ, ഒരു വിഭാഗം ഇങ്ങനെ പറക്കുകയാ, പറവകൾ പറക്കുന്നത് പോലെ, പക്ഷികൾ പറക്കുന്നത് പോലെ അവര് പറന്ന് സ്വർഗത്തിലേക്ക് പോകുകയാണ്. ആ സമയത്ത് മലക്കുകൾ ചോദിക്കുകയാ, നിങ്ങൾ വിചാരണ കഴിഞ്ഞിട്ടാണോ വരുന്നത്? നിങ്ങളുടെ ഹിസാബ് കഴിഞ്ഞോ? നിങ്ങൾ
അങ്ങടെ ഹിസാബ് കഴിഞ്ഞോ? അവര് പറയുന്നു, പടച്ചവനെ, മലക്കുകൾ അത്ഭുതത്തോട് ചോദിക്കുകയാ, ഈ നരകത്തിന്റെ മുകളിലൂടെ വലിച്ചു കെട്ടിയിരിക്കുന്ന സിറാത്ത് എന്ന പാലമുണ്ടല്ലോ, അങ്ങനെ ഒരു പാലം കടന്നിട്ടാണോ നിങ്ങൾ വന്നത്? ആ സിറാത്ത് എന്ന് പറയുന്ന പാലം കടന്നിട്ടാണോ വരുന്നത്? എന്നിട്ട് മലക്കുകൾ ചോദിക്കുകയാണ്, ഇവര് പറയുന്നതല്ല, ഞങ്ങൾ താണ്ടിയാണ് വരുന്നത്, ഞങ്ങളുടെ വിചാരണ കഴിഞ്ഞു. ഇത്ര പെട്ടെന്ന് നിങ്ങളുടെ വിചാരണ കഴിഞ്ഞോ? ഇത്ര പെട്ടെന്ന് നിങ്ങളുടെ വിചാരണ കഴിഞ്ഞോ? ഇത്ര പെട്ടെന്ന് ഈ സിറാത്ത് എന്ന പാലം നിങ്ങൾ കടന്നോ? അതാ മലക്ക് ചോദിക്കുകയാ, ബിമാ വജത്തും ഹാദിഹി ദറജാത്ത്. ഇങ്ങനെ ഒരു പദവി കിട്ടാൻ, ഇങ്ങനെ ഒരു പ്രതിഫലം കിട്ടാൻ, ഇത്രയും പെട്ടെന്ന് സിറാത്ത് കടന്ന് വിചാരണ കഴിഞ്ഞ് നിങ്ങൾക്ക് സ്വർഗത്തിൽ വരാ, നിങ്ങൾ എന്ത് നന്മയാണ് ചെയ്തത്? അല്ലാഹുവിന്റെ മലക്കുകൾ ചോദിക്കുകയാ. നാളെ ഒരു വിഭാഗം ജനങ്ങൾ പറവയെ പോലെ പറന്നു പോകും. എന്റെ പ്രിയപ്പെട്ടവരെ, വിചാരണ കഴിഞ്ഞിട്ടാണോ വരുന്നത്? മലക്കുകൾ ചോദിക്കുകയാ. കാരണം അതൊരു വല്ലാത്ത ഒരു ചോദ്യമാണ്. എന്തുകൊണ്ടാണ് മലക്കുകൾ ചോദിക്കുന്നത്, ഇത്ര പെട്ടെന്ന് നിന്റെ വിചാരണ കഴിഞ്ഞോ? വിചാരണ എന്ന് പറഞ്ഞ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അള്ളാഹു ഒരു മനുഷ്യനെ വിചാരണയ്ക്ക് വേണ്ടി പിടിച്ചു കഴിഞ്ഞാൽ, ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ലൗ യുഅദ്ദിബുഹു അബദ, അവന്റെ കാര്യം പോക്ക. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഒരാൾ അള്ളാഹു വിചാരണയ്ക്ക് വേണ്ടി പിടിച്ചു നിർത്തി കഴിഞ്ഞാൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അവൻ നശിച്ചു പോകും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അതുകൊണ്ട് ദുആ ചെയ്യാൻ പറഞ്ഞത് ഹിസാബൈ യസീറ, അള്ളാഹ് എളുപ്പത്തിലുള്ള വിചാരണ. അള്ളാഹ് വിളിച്ചു നിർത്തിയിട്ട് ചോദിക്കും, സിറാജേ, 10-30 കൊല്ലം 10-40 കൊല്ലം ദുനിയാവി ജീവിച്ചില്ലേ? ഞാൻ പറഞ്ഞൊന്നും കേട്ടില്ല അല്ലേ? നിസ്കരിച്ചില്ല അല്ലാ. ഒരുപാട് നന്മകളൊന്നും ചെയ്തില്ല അല്ലാ. അല്ലാഹ് ഇങ്ങനെ ചെറുതായിട്ട് ചോദിക്കും. എന്നൊക്കെ ചോദിച്ചിട്ട് പറയും, പോട്ടെ, ശരി, നീ കയറി പോടാ എന്ന് പറഞ്ഞ് കയറ്റിവിടും. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. അല്ലേ, ചില സമയങ്ങൾ അങ്ങനെയാണല്ലോ. ചില കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ചിലപ്പോൾ ഏതെങ്കിലും സ്ഥലത്തൊക്കെ പോകുമ്പോൾ തന്നെ, ഇപ്പോൾ ബോർഡറൊക്കെ അടച്ചിട്ടിരിക്കണം, അങ്ങോട്ടൊക്കെ പോകുമ്പോഴത്തേക്ക് പാപം, കയറി പൊക്കോടാ, ചിലരെ കയറ്റിവിടും, ചിലരെ വിടൂല്ല. പല സ്ഥലങ്ങളിലും കയറ്റിവിടാത്ത പല സ്ഥലങ്ങളിലും പോയി നിൽക്കുമ്പോൾ ചിലപ്പോൾ അಲ್ಲಿങ്ങനെ പറയും, നീ കയറി പൊക്കോ എന്ന് പറഞ്ഞ് കയറ്റിവിടാറില്ല. ഹോസ്പിറ്റലിൽ കയറ്റിവിടാത്തടത്ത് കയറ്റിവിടാറുണ്ട്. ഇപ്പം തന്നെ ഇവർ വെള്ളിയാഴ്ച പള്ളി കയറാം, ഇങ്ങോട്ട് കയറി, അങ്ങോട്ട് കയറി, കുറച്ച് അങ്ങോട്ട് കയറി, കയറ്റിവിടുന്നില്ലേ? ഇതുപോലെ നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ നിർത്തിയിട്ട്, പാവല്ലേ ചങ്ങായി, ആവല്ലേ, പൊക്കോടാ, നീ കയറിപ്പോയി എന്ന് പറഞ്ഞ് അള്ളാഹു കയറ്റിവിടും. അള്ളാഹ് അങ്ങനെ വിടുന്ന വിഭാഗത്തിൽ പെടുത്തുമാറാകട്ടെ. അല്ലാതെ പിടിച്ചു നിർത്തിയിട്ടടാ പറഞ്ഞങ്ങോട്ട് പറ, ഞാൻ തന്ന ആയുസ് നീ എങ്ങനെ ചെലവഴിച്ചു? നീ എങ്ങനാ ഞാൻ തന്ന ആയുസ് ചെലവഴിച്ചത്? നീ എങ്ങനാ പണം ഉണ്ടാക്കിയത്? എങ്ങനാ ചെലവഴിച്ച്? അള്ളാഹ് എങ്ങാനും ചോദിച്ച നമ്മൾ പോയി. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. കാരണം അവിടുത്തെ ഒരു ദിവസം ഇവിടുത്തെ 50,000 വർഷത്തിന്റെ ദൈർഘ്യമുണ്ട്. അതുകൊണ്ടാണ് അത്രയും അത്ഭുതത്തോടുകൂടി മലക്കുകൾ ചോദിച്ചത്. സിറാത്ത് എന്ന് പറയുന്ന പാലം, പ്രച്ചവനെ, കിലോമീറ്ററുകളോളം. എന്ത് വലിയ പാലം! നമ്മൾ ഇന്ന് വരെ ഏറ്റവും വലിയ പാലം കണ്ടിരിക്കണം അവിടെ. അപ്പൊ കേരളത്തിലെ ഏറ്റവും വലിയ പാലം എവിടെ അനുസരിച്ച് അരൂര് പാലമാണ് നമ്മൾ കരുതിയിരിക്കണേ. കേരളത്തിലെ ഏറ്റവും വലിയ പാലം അതാണ് നമ്മൾ കരുതിയിരിക്കണത്. ഒന്നുമല്ല, സിറാത്ത് എന്ന് പറയുന്ന ഒരു പാലമുണ്ട്. എന്തൊരു നീളമെന്നറിയോ? കോടാനി ലക്ഷക്കണക്കിന് കിലോമീറ്ററുകൾ സഞ്ചരിച്ചാൽ തീരാത്ത, 70,000 കൊല്ലം സഞ്ചരിച്ചാൽ തീരാത്ത കയറ്റവും ഇറക്കവും നിരപ്പും. ഈ പാലം അങ്ങനൊന്നും പെട്ടെന്ന് കിടക്കൂല. ഈ സിറാത്ത് എന്ന് പറയുന്ന പാലം അത്ര പെട്ടെന്ന് കടന്നു പോകാൻ പറ്റൂല. അള്ളാഹു കടക്കുന്നവരിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. ചില ഭാഗ്യവാന്മാരുണ്ട്, കണ്ണ് ചിമ്മി തുറക്കുന്നതിന് മുമ്പേ സ്വർഗത്തിലെത്തും. ആ സിറാത്ത് എന്ന് പറയുന്ന പാലത്തിലൂടെ കണ്ണ് ചിമ്മി തുറക്കുന്നതിന് മുമ്പേ ചിലരങ്ങ് സ്വർഗത്തിലെത്തും. പിന്നൊരു വിഭാഗമുണ്ട്, എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രകാശം, ആകാശത്ത് മിന്നലടിക്കൂലേ, അതുപോലെ അങ്ങ് പോകും. ചിലര് കാറ്റിന്റെ വേഗതയിൽ പോകും, ചിലർ പ്രകാശത്തിന്റെ വേഗതയിൽ പോകും, ചിലര് ഓടിപ്പോകും, ചിലര് നടന്നു പോകും, ചിലര് എഴഞ്ഞു പോകും. ആ എഴഞ്ഞെങ്കിലും പോകുന്നവരിൽ അള്ളാഹു നമ്മളെ പെടുത്തുമാറാകട്ടെ. അള്ളാഹു പെടുത്തുമാറാകട്ടെ. ആ എഴഞ്ഞു പോകുന്നവരാരാന്നറിയും? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സിറാത്ത് എന്ന് പറയുന്ന പാലം, ഈ വാളിന്റെ അഗ്രഭാഗം ഉണ്ടല്ലോ, നല്ല മൂർച്ചയുള്ള. ഗൾഫിലൊക്കെ കണ്ടിട്ടില്ലേ, വെള്ളിയാഴ്ച അങ്ങോട്ട് കൊണ്ടുവന്ന് നിർത്തും, ഒറ്റ വെട്ട്. നമ്മൾ കോഴിയെ വെട്ടണമല്ല. ആ വാളിനൊക്കെ വല്ലാത്ത മൂർച്ച. ആ വാളിന്റെ അഗ്രഭാഗത്തിനേക്കാൾ